ഹലോ എവരി വൺ, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ബട്ടർ സ്കോച്ച് കേക്കിന് പ്രളയൻ പിന്നാണെങ്കിൽ നമ്മൾ കാരമൽ സോസ് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഒരു പാൻ എടുപ്പത്ത് വെക്കുക. പാൻ ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയതിന് ശേഷം 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇതുപോലെ മെൽറ്റായി വരാൻ തുടങ്ങുമ്പോൾ, കാരമലായി തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സായി കാരമൽ കളർ ഇതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാനാണെങ്കിൽ അണ്ടിപ്പരിപ്പും പിന്നെ കപ്പലണ്ടിയും കൂടെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കപ്പലണ്ടി തൊലിയെല്ലാം കളഞ്ഞ് വെച്ചേക്കോ കേട്ടോ. ഒരു 1/2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് വേണേ എടുക്കാനായിട്ട്. അപ്പോൾ നല്ലൊരു ക്രഞ്ചി ആയിട്ട് നമുക്ക് കിട്ടും കഴിക്കാനായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ഏതിലാണ് സെറ്റാക്കുന്നത് വെച്ചാൽ അത് നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ എണ്ണയോ തടവി ഗ്രീസ് ചെയ്ത് വെക്കുക. ഞാൻ ബട്ടർ ആഡ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ പ്ലേറ്റിനകത്ത്. അപ്പോൾ നമുക്കിതാണ് ഈ സെറ്റ് ആവട്ടെ, തണക്കട്ടെ. അത് നമുക്ക് ഇതിൻ്റെ കാരമൽ സോസ് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നമുക്കൊന്ന് കാണാം. ആ പാനിൽ തന്നെ ഞാനാണെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഒരു കാരമലായി തുടങ്ങുമ്പോഴത്തേക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ലോ വെച്ച് കൊടുക്കണേ. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി ഒരു കാരമൽ കളർ നല്ല ഗോൾഡൻ കളർ ആയി വരുന്നതിന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ബട്ടറൊക്കെ മിക്സാക്കി എടുക്കാം. അതിന് ശേഷം 1/2 കപ്പ് വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ 1/2 കപ്പ് ഫ്രഷ് ക്രീം ആണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനാണെങ്കിൽ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ മെൽറ്റായിരിക്കുന്ന വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ക്രീമൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഈ ഷുഗറെല്ലാം മിക്സായി മെൽറ്റായി അതിൻ്റെ കൂടെ വരും കേട്ടോ യോജിച്ച്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ. നന്നായിട്ട് മിക്സായി എല്ലാം യോജിച്ച് കഴിഞ്ഞെന്ന് അറിയുമ്പോഴത്തേക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കുക. തണുക്കുമ്പോൾ ഇനി ഒന്നും കൂടി തിക്കാവും കേട്ടോ. നമുക്ക് നന്നായിട്ട് ഒഴിക്കാൻ പാകത്തിന് വേണം. അപ്പോൾ ഇത്രയും മതി. നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചാൽ എപ്പോഴും നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ അകത്തിടാനായിട്ട് നമുക്കാണെങ്കിൽ ഫില്ലിങ്ങിനകത്ത് ഇടാനായിട്ടാണ് വേണ്ടിയായിട്ടോ ഇത്. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രളയനും റെഡി ആയിട്ടുണ്ട്. കാരമൽ സോസ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഐസിങ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 1 kg ബട്ടർ സ്കോച്ച് കേക്കാണ് ഞാൻ റെഡിയാക്കുന്നത്. തീം കേക്ക് റെഡിയാക്കുന്നത് മാൻ തീം കേക്കാണ് നമ്മൾ റെഡിയാക്കുന്നത് കേട്ടോ. നമുക്ക് ഫാദറിന് വേണ്ടിയായിട്ടോ നമ്മുടെ ബ്രദറിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി നമ്മുടെ ഹസ്ബൻഡിനോ ആർക്കും വേണമെങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ പറ്റിയൊരു കേക്കാണ്. അപ്പോൾ ഈ 4 ലെയറായി ടോൾ കേക്കാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. 4 ലെയറായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. ബോഡി ക്രീം പരട്ടി കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. സ്പഞ്ച് റെഡിയാക്കിയപ്പോൾ ഞാൻ എന്താണെങ്കിൽ ബട്ടർ സ്കോച്ച് ഇമൽഷൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഈ ഒരു കളർ വന്നേക്കുന്നത്. നിങ്ങളുടെ ഇതില്ലെങ്കിൽ എസൻസ് ആണെങ്കിൽ ബട്ടർ സ്കോച്ചിന് അതാണ് ഈ ആഡ് ചെയ്ത് കൊടുക്കുക. അതും ഇല്ലെങ്കിൽ നമ്മൾ നോർമൽ വെനില എസൻസ് ആണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ക്രീം അവർക്ക് വൈറ്റ് തീമിൽ തന്നെ ആയതുകൊണ്ട് ഞാൻ അത് കളറൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. എപ്പോഴും നോർമലി ബട്ടർ സ്കോച്ച് കേക്കിന് ഒരു ലൈറ്റ് യെല്ലോ കളറിഷ് വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു യെല്ലോ കളർ ഒരു ഡ്രോപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ വൈറ്റ് തീമിലായതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാഞ്ഞത്. അപ്പോൾ നമുക്കാണെങ്കിൽ ഏറ്റവും ഷുഗർ സിറപ്പ് സോക്ക് ചെയ്ത് കൊടുക്കുക. ക്രീം നമ്മൾ ഐസിങ് ചെയ്ത് കൊടുക്കുക. പ്രളയം വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ കാരമൽ സോസ് നമ്മൾ റെഡിയാക്കുന്നത് അതും ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കൂടെ എക്സ്ട്രാ ടേസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് കണക്ക് നമുക്ക് എല്ലാ ലെയറും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാണെങ്കിൽ പിറ്റേ ദിവസം എനിക്ക് വെളുപ്പിന് 9 മണിക്ക് കൊടുക്കാനുള്ള കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി തന്നെ ഞാനാണെങ്കിൽ ഐസിങ് എല്ലാം കഴിഞ്ഞ് കുറച്ച് ഫോണ്ടൻ്റെ വർക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ റെഡിയാക്കി ഞാൻ വെക്കുന്നുണ്ട്. രാവിലെ ഡെലിവറി ചെയ്യേണ്ട സമയത്ത് നമ്മൾ സെറ്റാക്കി എല്ലാം കൊടുക്കാറേ ഉള്ളൂ പതിവ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് ഫ്രിഡ്ജിന് സെറ്റ് ആവാനായിട്ട് വെക്കാം. അതിന് ശേഷം നമുക്ക് ഫൈനൽ കോട്ട് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയെന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. പിന്നെ എന്തൊക്കെയാണ് പുതിയ വീഡിയോസൊക്കെ കാണാൻ ഇനി താല്പര്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിച്ചാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയായിട്ട് ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ക്രീമെല്ലാം തടവി നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫൈനൽ കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിലും സെറ്റ് ആവാനായിട്ട് വെക്കാം കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്ക് ഫോണ്ടൻ വർക്ക് ഇതുപോലെ എല്ലാം പേപ്പറിനകത്ത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ അളവെടുത്ത് നോക്കി നമ്മൾ കേക്കിൻ്റെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സൈസുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ അളവെടുത്ത് സ്കെയിലും കൊണ്ട് അളന്ന് അതിന് ശേഷം വേണേ ഇതുപോലെ കട്ട് ചെയ്യാൻ. ആദ്യം ടോപ്പറിനൊക്കെ ഇതിൻ്റെയൊക്കെ ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നേ കേട്ടോ. ഫോൺ ഓണായിരിക്കുകയെന്ന് എപ്പോഴത് നിന്ന് പോയെന്നാണ് ചാർജ് കഴിഞ്ഞു പോയി അതിൻ്റെ. അപ്പം ശ്രദ്ധിച്ചില്ല കേട്ടോ. അതാ വന്ന കുഴപ്പം. അപ്പോൾ ലാസ്റ്റത്തെ വീഡിയോ മാത്രമേ ഞാൻ കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒന്നുമില്ല കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാമെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ. ഇത് കണക്ക് നമുക്ക് ടോപ്പർ വെച്ച് കൊടുക്കാം. പിന്നെ മേളിൽ ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം. മറന്നുപോലെ നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.